ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കോമാച്ചി പാർക്കിലെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വയനാടേക്ക് ടൂർ വരുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. അതായത് നമ്മുടെ മാനന്തവാടി ബോയ്സ് ടൗണിൻ്റെ അടുത്താണ് ഇതിൻ്റെ ശരിക്കുള്ള ലൊക്കേഷൻ വരുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി തീം പാർക്കാട്ടോ കോമാച്ചി പാർക്ക്. ഇവിടെ ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന നല്ല നല്ല ലൊക്കേഷൻസ് ഉണ്ട്. കോമാച്ചി പാർക്കിൽ വരുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ ഏവിയർ കേട്ടോ. ഈ ഏവിയർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പക്ഷിക്കൂടാണ്. നമുക്ക് അതിനകത്തോട്ട് കയറിയിട്ട് പക്ഷികൾക്ക് ഫുഡ് കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ കൂടെ ഒന്ന് ഫോട്ടോസ് എടുക്കാനും അവർ നമ്മുടെ തലയിലും കയ്യിലൊക്കെ വന്നിരുന്നത് നമുക്ക് അതൊക്കെ എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു സൂപ്പർ അറ്റ്മോസ്ഫിയറാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവർ. ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളുണ്ട് കേട്ടോ. ഇതിൽ തന്നെ നമ്മളുടെ ഇപ്പോൾ ഈ കാണുന്നത് സൺകൊനൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം തത്തയാണ്. തത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പച്ച തത്തയല്ലേ കാണുന്നത്. ഇത് നമ്മുടെ തെക്കേ അമേരിക്കയിലുള്ള ഒരു തരം തത്തയാണ്. മനുഷ്യരോട് നന്നായിട്ട് ഇണങ്ങുന്ന ടൈപ്പാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇദ്ദേഹത്ത് കുറേ നേരം ഇരുന്നു, ലാസ്റ്റ് പറത്തി വിടേണ്ട അവസ്ഥ വരെ എത്തി. കോമാച്ചി പാർക്കിൽ അഡൾട്ടിന് 150 രൂപയും കുട്ടികൾക്കാണെങ്കിൽ 100 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. പിന്നെ 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആട്ടോ. പിന്നെ നമ്മൾ ഓരോ റൈഡുകളിൽ കയറുകയാണെങ്കിൽ അവിടെ പാർക്കിൽ ചെല്ലുമ്പം ഓരോ റൈഡിനും സെപ്പറേറ്റ് റേറ്റ് ആയിരുന്നത് 70, 50, 40 അങ്ങനെ റേറ്റ് വരും. ഇവിടുത്തെ മറ്റുള്ള സ്റ്റാച്ചു പോലത്തെ ഫോട്ടോ പോയിൻറ്റ്സിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുള്ളത് ഈ പക്ഷികളുടെ കൂട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴാട്ടോ. കാരണം നമുക്ക് മെൻ്റലി ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു, ഭയങ്കര രസമാണ് ഇവരുടെ കളികളും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ 200-ൽ കൂടുതൽ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളൊരു കല്ലിനെ പോലെ അവർ വെറുതെ വിട്ടിട്ടില്ല, അതെല്ലാം അടുക്കി വെച്ചിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാം. പിന്നെ അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കളേഴ്സുള്ള കാറുകളുണ്ട്, പിന്നെ ഷിപ്പ് ഉണ്ട്, പിന്നെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. ശരിക്കും ഇങ്ങനത്തേക്ക് ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലി നമ്മൾ ഒന്നല്ല ഒരുപാട് ഫോട്ടോസ് എടുത്തു പോകും. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ ആംഗിൾസ് ഉണ്ടാവും. ഈ കോമാച്ചി പാർക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. ഏത് ഭാഗത്തോട്ട് എങ്ങനെ ക്യാമറ വെച്ച് കഴിഞ്ഞാലും നല്ല കിടക്കാച്ച് ഫോട്ടോസ് കിട്ടും കേട്ടോ. ചെറുതും വലുതുമായിട്ടുള്ള കുറേ ആർട്ട് വർക്കുകൾ അവരുടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. നമുക്ക് എങ്ങനെയാണെങ്കിലും നല്ല സൂപ്പർ ഫോട്ടോസ് എടുക്കാം. പിന്നെ അതുപോലെ അവിടെ വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സൗകര്യം അവർ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഡ്രസ്സുകൾ അവിടെ കിട്ടും. അത് എന്നിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടിട്ട് നമ്മൾ ഫോട്ടോസ് എടുത്തതിന് ശേഷം തിരിച്ചു കൊടുക്കാം. അതൊക്കെ നല്ല രസമാണ്. കാരണം ഈ നമ്മൾ സൗത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന സമയത്താണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ കാണാം. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെയൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമല്ല. ഫോട്ടോ പോയിൻറ്റ്സ് മാത്രമല്ല, അവിടെ നമ്മുടെ ഓപ്പൺ ജിമ്മുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പെയിൻറ്റിങ്സ് വെച്ചിട്ടുള്ളതും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്സൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറേ മഹത് വ്യക്തികളൊക്കെ എടുത്തിട്ടുള്ള കുറേ നല്ല നല്ല ഫോട്ടോസിൻ്റെ എക്സിബിഷൻ ഉണ്ട് അവിടെ. ഇതൊന്നുമല്ല മക്കളെ, നമ്മുടെ പിള്ളേരെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും അവിടുത്തെ ചിൽഡ്രൻസ് പാർക്ക് കേട്ടോ. ഇവിടുത്തെ റൈഡുകളിലൊക്കെ നമ്മൾ മുതിർന്നവർക്കും കൂടി കയറാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ആദ്യം കാണുന്ന സംഭവമാണ് ഈ ഫോട്ടോഗ്രാഫി മ്യൂസിയം. ഫോട്ടോഗ്രാഫി മ്യൂസിയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അറിയാം നമ്മളുടെ ഫോട്ടോസ്, അതായത് പഴയ കാലത്ത് ആദ്യം എങ്ങനെയാണോ നമുക്ക് ഫോട്ടോസ് എടുത്ത് തുടങ്ങിയത് ആ കാലം മുതലുള്ള 10-200 വർഷം പഴക്കമുള്ളത് മുതലുള്ള ക്യാമറകളുടെ ഒരു വലിയ എക്സിബിഷനായിട്ടാണ് അവിടെ നടക്കുന്നത്. അതിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവിടെ വായിച്ച് നോക്കാനുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ അവരവിടെ പറഞ്ഞു തരും. അങ്ങനെ നമുക്ക് വലുത് തൊട്ട് ചെറുത് വരെ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ക്യാമറ മുതൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് മുതൽ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ക്യാമറകളുടെ വരെ ഒരു വലിയ ശേഖരണം തന്നെ അവരുടെ കയ്യിലുണ്ട്. ഫോട്ടോഗ്രാഫി സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും കേട്ടോ അവിടുന്ന്. പിന്നെ അത് മാത്രമല്ല, നമ്മളെടുത്തിട്ടുള്ള നല്ല ഫോട്ടോസ് ഉണ്ടെങ്കിൽ അവിടെ എക്സിബിഷൻ ചെയ്യാനുള്ള അവസരം അവരൊരുക്കി തരും. നിങ്ങൾ വയനാട്ടിലോട്ട് ടൂർ വന്നിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് താമസ സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കോമാച്ചി പാർക്കിൽ ഡോർമെറ്ററി സംവിധാനം ഉണ്ട്, നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുവരെയും ബെല്ലൈക്കൺ ഞെക്കാത്തവരാണെങ്കിൽ ബെല്ലൈക്കൺ ഞെക്കുക, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.